സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നേരെ ഒരു ടോട്ടലി വേറൊരു ത്രില്ലറല്ലാതെ ഒരു ഇമോഷണൽ പോയിട്ടും ഡ്രാമ ചെയ്തു. ഇതിനൊക്കെ മുമ്പ് ഈ കൃഷ്ണകുമാറിനെ പല കഥകൾ പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ ഒരു കഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയായിട്ട് വന്നു. സ്വാഭാവികമായിട്ടും എന്നെ അത് അട്രാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അതൊരു ഹ്യൂമർ ബേസ്ഡ് ഫൺ സിനിമയായത് തന്നെയാണ്. അതിനകത്ത് എൻ്റെ എലമെൻറ്റ്സ് നല്ലതാണ്. എൻ്റെ ഒരു ട്രാക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇപ്പം ആർട്ടിസ്റ്റിന് എല്ലാവർക്കും എപ്പോഴും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന പോലെ ആസ് എ ഫിലിം മേക്കർ ഒരു സ്റ്റോറി ടെല്ലറായിട്ടാണ് ഞാൻ എപ്പോഴും ഈ വ്യത്യസ്തമായ കഥകൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട് മനസ്സിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു ഡ്രൈവ് അത് തന്നെയാണ്. പക്ഷെ ബോധപൂർവ്വം ഈ സമയത്ത് അത് കൊണ്ടേ പ്ലേസ് ചെയ്യുക അങ്ങനെയൊന്നും ഉദ്ദേശിച്ചത് അതിന് ഒരു ഒത്തു വന്നതേ ഉള്ളൂ. സാർ ഒരിക്കൽ നമ്മുടെ വെൽക്രോസിന്റെ പ്രസ് മീറ്റില് ആസിഫിന്റെ എന്ന ആക്ടറിനെ വൺ വേഡിൽ പ്രസന്റ് ചെയ്ത് ചോദിച്ചപ്പോൾ ഒരു ഡെയറിങ് ആക്ടർ എന്ന് പറഞ്ഞു. അതേസമയം ബേസിൽ എങ്ങനെ പ്രസന്റ് ചെയ്ത് ടൈറ്റിൽ നെയിം കൊടുക്കുകയാണെങ്കിൽ പേര് കൊടുക്കും. ബേസിലും ഞാനൊരു ക്വാളിറ്റി കാണുന്നില്ല. ഒരിക്കലും പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഒരുമാതിരി എല്ലാവർക്കും തന്നെ അതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാവർക്കും ഇല്ല. ചിലർ ഭയങ്കര ഇൻസെക്യൂറാണ്. അപ്പം ബേസിലും ഇപ്പം ഞങ്ങളുടെ സംസ്ഥാനത്തിൽ ബേസിലും ചില ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഞാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആസിഫും ബേസിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഇവരെ തന്നെ ആസ് എൻ ആക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാറുണ്ടാവും. അതെന്ത് വലുത് ചെറുത് അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമല്ല, പെർഫോം ചെയ്യാനുണ്ടാവും എന്ന് പറയുന്നതാണ്. അപ്പം ആ ഒരു കാറ്റഗറി ഈ പറഞ്ഞ പോലെ ഇതുവരെ ഡയറിങ് അറ്റംപ്റ്റ് എടുത്തിട്ടില്ല. പക്ഷെ അത് എടുക്കും ഭാവിയിൽ എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇദ്ദേഹത്തിന് ചിരി അതിനാണ് ഞങ്ങളുടെ ശ്രമം.